കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗൾഫ് രാജ്യങ്ങളിൽ നേരിയ തോതിൽ ഉള്ള മഴയാണ് അനുഭവപ്പെടുന്നത്, പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ. ഇപ്പോൾ ഇതാ വീണ്ടും രാജ്യത്ത് മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അധികൃതർ. രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും കനത്ത മഴ ആയിരിക്കുമെന്നും ഇത് വെള്ളിയാഴ്ച വരെ തുടരുമെന്നും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് അറിയിച്ചു. മക്ക, ബഹ, അസീർ, ജസാൻ എന്നീ മേഖലകളിൽ ഇടത്തരം മുതൽ കനത്ത മഴ വരെ അനുഭവപ്പെടാമെന്നും അധികൃതർ നിർദ്ദേശം നൽകി. നജ്റാൻ മേഖലയിൽ മിതമായ മഴയും മദീനയിൽ നേരിയ മഴയും ഉണ്ടാകുമെന്നും ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. മക്കയിലെ തായിഫ്, മെയ്സാൻ, അദാം, അർദിയാത്ത് പ്രദേശങ്ങളിൽ കനത്ത മഴയുണ്ടായിരിക്കും. ഇവിടങ്ങളിൽ വെള്ളപ്പൊക്ക സാധ്യത ഏറെയാണ്. കൂടാതെ പൊടിക്കാറ്റും ആലിപ്പഴ വീഴ്ചയും ഉണ്ടാകുമെന്നും നിർദ്ദേശത്തിലുണ്ട്. മക്ക സിറ്റി, അൽ ജുമും, അൽ കാമിൽ, ബഹ്റ എന്നിവിടങ്ങളിൽ നേരിയത് മുതൽ ഇടത്തരം മഴ വരെ ഉണ്ടാകുമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കിഴക്കൻ പ്രവശ്യകൾ റിയാദ്, നജ്റാൻ, ജസാൻ, അസീർ, അൽ ബഹ, മക്ക എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയോടൊപ്പം ആലിപ്പഴ വീഴ്ചയ്ക്കും സാധ്യതയുണ്ട്. കാറ്റും സജീവമായിരിക്കും. ഇവിടങ്ങളിലെ ചില പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ടെന്ന് ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഖാസിം, മദീന മേഖലകളിലും തബൂക്കിലെ തീരദേശ മേഖലകളിലും ശക്തിയായ പൊടിക്കാറ്റ് വീശുകയും ചെയ്യും. പൗരന്മാർക്കും താമസക്കാർക്കും അതീവ ജാഗ്രതാ നിർദ്ദേശം ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസ് നൽകിയിട്ടുണ്ട്. ജനങ്ങളോട് സുരക്ഷിതരായി ഇരിക്കണമെന്നും വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിലോ താഴ്വര പ്രദേശങ്ങളിലോ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും അധികൃതർ നൽകുന്ന സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതിന്റെ ആവശ്യകതയും ജനറൽ ഡയറക്ടറേറ്റ് എടുത്തു പറഞ്ഞു. കഴിഞ്ഞയാഴ്ച സൗദി തുറമുഖ നഗരമായ ജിദ്ദയിൽ ശക്തമായ മഴ പെയ്തു. ഇത് ഏതാനും ഭാഗത്തും വെള്ളം കയറാൻ കാരണമായിട്ടുണ്ട്. ജിദ്ദയുടെ വടക്കുകിഴക്കൻ ഭാഗത്ത് പെയ്ത പേമാരിയെ തുടർന്ന് പെട്ടെന്നുണ്ടായ വെള്ളപ്പൊക്കം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. അതേസമയം വെള്ളിയാഴ്ച സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്തിറങ്ങിയത് റെക്കോർഡ് മഴയാണ്. ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് മക്ക മേഖലയിലെ തായിഫ് ഗവർണറേറ്റിലെ സരാർ പ്രദേശത്താണ്. 64 മില്ലിമീറ്റർ മഴയാണ് സരാറിൽ പെയ്തിറങ്ങിയെന്ന് സൗദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിലെ പെയ്ത മഴയുടെ അളവ് നിരീക്ഷിച്ച് സൗദി പരിസ്ഥിതി ജല കൃഷി മന്ത്രാലയം റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. 129 കേന്ദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് മന്ത്രാലയം റിപ്പോർട്ട് തയ്യാറാക്കിയത്. റിയാദ്, മക്ക, അസീർ, ഖാസിം, കിഴക്കൻ പ്രവശ്യ, ഹായിൽ, ജസാൻ, നജ്റാൻ, അൽബഹ, അൽ ജൌഫ് എന്നിവിടങ്ങളിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മഴ പെയ്തതായി മന്ത്രാലയം അറിയിച്ചു. തായിഫിലെ അൽ ഹദ പാർക്കിൽ 42.8 മില്ലിമീറ്ററും അൽ ജമൂമിലെ മദ്രകയിൽ 40.4 മില്ലിമീറ്ററും അൽ ഷാഫയിൽ 27.3 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ജിദ്ദയിലെ കിങ് അബ്ദുൽ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ 24 മില്ലിമീറ്ററും തായിഫിലെ അൽ സുദൈറയിൽ 23 മില്ലിമീറ്ററും അദാമിലെ അൽ മർഖബാൻ, മെയ്സാനിലെ ബാനി സാദ് എന്നിവിടങ്ങളിൽ 20.4 മില്ലിമീറ്റർ മഴയും ലഭിച്ചു. അസിർ മേഖലയിൽ അബഹയിലെ തംനിയയിൽ 29.4 മില്ലിമീറ്ററും അബഹയിലെ അൽ ഷാഫിൽ 27.2 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. ബിഷയിൽ 19.56 മില്ലിമീറ്ററും ബിഷയിലെ മെഹറിൻ 19 മില്ലിമീറ്ററും ഷരത് ഉബൈദിലെ അൽ ഉസ്രാനിൽ 18 മില്ലിമീറ്ററും അൽ നമാസിലെ ബാനി അമറിൽ 18.1 മില്ലിമീറ്ററും മഴ ലഭിച്ചു. ജസാൻ മേഖലയിൽ അൽ ജബൽ അൽ അസ്വാദിൽ 4.9 മില്ലിമീറ്ററും അൽ ജയറിൽ 23.7 മില്ലിമീറ്ററും അൽ റൈത്തിലെ ബെയ്ഷിൽ 4.8 മില്ലിമീറ്ററും ബെയ്ഷ് ഡാമിൽ 2.79 മില്ലിമീറ്റർ മഴ ലഭിച്ചു. അൽബഹയിലുടനീളം 11.8 മില്ലിമീറ്റർ മഴയും അൽബഹ നഗരത്തിൽ 11.8 മില്ലിമീറ്ററും അൽ മന്ദഖിലെ ബർഹറയിൽ 3.5 മില്ലിമീറ്ററും അൽ മന്ദഖിലെ ബാനി ഹസനിൽ 2.1 മില്ലിമീറ്ററും ഖൽവയിൽ 2 മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തി. നജ്റാനിലെ ഹബോന സ്റ്റേഷനിൽ 4.2 മില്ലിമീറ്ററും ബദർ അൽ ജനൂബിൽ 2.7 മില്ലിമീറ്ററും ഹമാ ബത്തറിൽ 1.4 മില്ലിമീറ്ററും ബദർ അൽ ജനൂബിലെ അൽ നാംസയിൽ 3.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഹായിലിലെ അൽ ഷാനൻ 3 മില്ലിമീറ്ററും അൽ ജൌഫിലെ അൽ ഖുറയത്തിലെ അൽ ഹമദിൽ 1.4 മില്ലിമീറ്ററും അൽ ഖസീമിലെ ബുറൈദയിലെ ഫവാരിയിൽ 2.4 മില്ലിമീറ്ററുമാണ് മഴ രേഖപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.